തൈറോയിഡ് രോഗങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? പ്രധാനമായിട്ടും സ്ത്രീകളാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് വരാറുള്ളത്. തൈറോയിഡ് രോഗങ്ങൾ പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. തൈറോയിഡ് രോഗം സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടാവുന്നത്? ഹലോ എവരിവൺ. ഇപ്പോൾ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടി വരികയാണ്, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമാണ്, എത്ര ഉറങ്ങി എണീറ്റാലും ക്ഷീണം മാറുന്നില്ല, ഒരു ഉന്മേഷക്കുറവാണ്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും അതിൻ്റെ കൂടെ ഭയങ്കരമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്ന കേസുകൾ സസ്പെക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് തൈറോയിഡ് രോഗങ്ങൾ. പ്രധാനമായിട്ടും സ്ത്രീകളാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് വരാറുള്ളത്. ഇങ്ങനെയുള്ളവരിൽ തൈറോയിഡ് ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവായിട്ട് കാണാറുമുണ്ട്, അതായത് തൈറോയിഡ് രോഗങ്ങൾ കാണാറുമുണ്ട്. ഈ തൈറോയിഡ് രോഗങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? അതുപോലെ തന്നെ തൈറോയിഡ് രോഗങ്ങളുള്ളവർ മരുന്ന് മാത്രം കഴിച്ചാൽ മതിയോ? അതിൻ്റെ കൂടെ അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഡയറ്റും കാര്യങ്ങളും എന്തൊക്കെയാണ്? ഞാൻ ഡോക്ടർ ഷഹന സലീം, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല. എന്താണ് തൈറോയിഡ് ഗ്ലാൻഡ്? നമ്മുടെ കഴുത്തിൻ്റെ മുൻവശത്ത് കാണുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്ലാൻഡ്. നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ്, ഹൃദയമിടിപ്പ്, ബോഡി ടെമ്പറേച്ചർ, എനർജി ലെവല്, ഇവയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹോളിനോളാണ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് രോഗങ്ങൾ പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം, അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം സ്ലോ ആയി വരുന്നു എന്നാണ് അർത്ഥം. അതായത് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണം വരിക, വെയിറ്റ് കൂടി വരിക, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടാവുക, മലബന്ധം, അതുപോലെ ഡ്രൈ സ്കിന്നാവുക, അതുപോലെ തന്നെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹൈപ്പോ തൈറോയിഡിസത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം, അതായത് ഹോർമോൺ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നു, ഓവർ ആക്ട് ചെയ്യുന്നു ഉള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഭാരം കുറഞ്ഞു വരിക, ഉറക്കം കുറയുക, അതുപോലെ തന്നെ നെർവസ്നെസ്സും ആങ്സൈറ്റിയും കൂടി വരിക, സ്വെറ്റിങ്, ഭയങ്കരമായിട്ട് വിയർക്കുക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ പ്രധാനമായിട്ടും ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഉണ്ടാവുന്നതാണ്. എന്തുകൊണ്ടാണ് തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടാവുന്നത്? പ്രധാനമായിട്ടും ഇതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത് അയോഡിൻ്റെ കുറവ് അല്ലെങ്കിൽ കൂടുതൽ, അതുപോലെ തന്നെ സ്ട്രെസ്സ്, ഒരുപാട് കാലങ്ങളായിട്ടുള്ള സ്ട്രെസ്സ്, ജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് പാരമ്പര്യമായിട്ടും തൈറോയിഡ് രോഗങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ്. ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ സെൽസ് നമ്മളെ ബോഡിക്കെതിരെ പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാവുന്നതാണ് ഹാഷിമോട്ടോസ് തൈറോയിഡിസം, അതുപോലെ തന്നെ ഗ്രേവ്സ് ഡിസീസ്. ഈ 2 കണ്ടീഷൻസിലും ഹൈപ്പർ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി ചേഞ്ചസ് ഉണ്ടാകുമ്പോഴും ചില ആളുകളിലൊക്കെ പ്രഗ്നൻസി ടൈമിൽ തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ മാറുന്നവരും, എന്നാൽ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിട്ട് അത് പിന്നെ ലൈഫ് ലോങ് ആയിട്ട് ഉണ്ടാവുന്നവരും ഉണ്ട്. തൈറോയിഡ് രോഗം സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും ചെയ്യേണ്ട ടെസ്റ്റുകളാണ് TFT, തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ തൈറോയിഡ് ആൻറ്റിബോഡി ടെസ്റ്റ്, തൈറോയിഡ് സ്കാൻ, അതായത് അൾട്രാസൗണ്ട് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. ഇത് 3ആണ് നമ്മൾ തൈറോയിഡ് സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ട ടെസ്റ്റുകൾ. ഇതിൽ ആദ്യത്തേത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ്. ഇതിൽ ചെയ്യേണ്ടത് കാര്യങ്ങൾ TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതുപോലെ തന്നെ T3 ആൻഡ് T4. ഇവ രണ്ടും തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നോക്കുമ്പോൾ ഇത് തൈറോയിഡ് ഗ്ലാൻഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. TSH കൂടുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം, അതുപോലെ തന്നെ TSH കുറയുകയാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ഒക്കെയാണ് സസ്പെക്ട് ചെയ്യുന്നത്. ഈ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റിൽ തന്നെ നോക്കുന്നത് പിന്നെ തൈറോയിഡ് ഹോർമോൺസിനെയാണ്, അതായത് T3ൻ്റെയും T4ൻ്റെയും അളവ്. T3 T4 കൂടുകയാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസവും T3 T4 കുറയുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്രീ T3 ആൻഡ് ഫ്രീ T4 ഇവ രണ്ടും ടെസ്റ്റ് ചെയ്യുന്നത് ഒന്നും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നൽകും. ഇത് ആക്റ്റീവ് ഫോമിലുള്ളതാണ് അറിയിക്കുന്നത്. തൈറോയിഡ് സ്കാൻ ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡിൽ നോഡ്യൂൾസ് ഉണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെ സൈസ് എത്രയാണെന്നൊക്കെ ഉള്ളത് ശരിക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ സൈസ് കഴുത്തിൽ നോക്കുമ്പോൾ തന്നെ കാണുകയാണെങ്കിൽ തൈറോയിഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സെൽസ് എങ്ങനെയുള്ളതാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള ഒരു ടെസ്റ്റാണ് തൈറോയിഡ് ആൻറ്റിബോഡി ടെസ്റ്റ്. അതായത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തു,
T3 T4 ലെവൽ എല്ലാം നോർമലാണ്. എന്നാലും ബുദ്ധിമുട്ടുകൾ, ഈ ഭാരം കൂടി വരിക, ക്ഷീണം വരിക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തൈറോയിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് കൂടി ചെയ്യേണ്ടതാണ്. തൈറോയിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിനെ തന്നെ ആക്രമിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് ആക്രമണത്തിന് കാരണമാകുന്ന ആൻറ്റിബോഡീസിനെയാണ് ഈ ടെസ്റ്റിൽ നോക്കുന്നത്. എന്തൊക്കെയാണ് തൈറോയിഡ് ആൻറ്റിബോഡി ടെസ്റ്റുകൾ? ആൻറ്റി-TPO, അതുപോലെ തന്നെ ആൻറ്റി തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡി ടെസ്റ്റ്, അതുപോലെ TSI തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ആൻറ്റി-TPO ടെസ്റ്റ് അതായത് തൈറോയിഡ് പെറോക്സിഡേസ് ആൻറ്റിബോഡി, തൈറോയിഡ് ഗ്ലാൻഡിനെ അറ്റാക്ക് ചെയ്യുന്ന ആൻറ്റിബോഡിയെ കണ്ടെത്താനുള്ള ടെസ്റ്റാണ്. ഇതാണ് കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റ്. അടുത്തത് ആൻറ്റി തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡി ടെസ്റ്റ്. ഇതിൽ നമ്മൾ തൈറോയിഡ് ഹോർമോൺസിനെ ഉണ്ടാക്കിയിട്ടുള്ള പ്രോട്ടീൻസിനെ അറ്റാക്ക് ചെയ്യുന്ന ആൻറ്റിബോഡീസിനെയാണ് കണ്ടെത്തുന്നത്. അടുത്തത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ TSI. ഇതിന് നമ്മൾ തൈറോയിഡിനെ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൻറ്റിബോഡീനെ കണ്ടെത്താനുള്ള ടെസ്റ്റാണ്. ഈ 3 ടെസ്റ്റുകളാണ് ആൻറ്റിബോഡി ടെസ്റ്റുകളായിട്ട് ചെയ്യുന്നത്. ഈ ടെസ്റ്റുകൾ മെയിനായിട്ട് ചെയ്യുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാരണമാണോ തൈറോയിഡ് രോഗം ഉണ്ടായിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹാഷിമോട്ടോസ് തൈറോയിഡിറ്റിസ്, അതുപോലെ തന്നെ ഗ്രേവ്സ് ഡിസീസ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് തൈറോയിഡ് രോഗങ്ങൾ എങ്കിൽ ഈ ആൻറ്റിബോഡി ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും ചെയ്യണം, ഇത് അറിയണമെന്നുണ്ടെങ്കിൽ. തൈറോയിഡ് രോഗമുള്ളവർ പ്രധാനമായിട്ടും ഡയറ്റിൽ ചെയ്യുന്ന ഒരു മാറ്റമാണ് അയോഡൈസ്ഡ് സാൾട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ ക്യാബേജ്, കോളിഫ്ലവർ പോലെയുള്ള വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. ഇത് മാത്രം ചെയ്താൽ മതിയോ ശരിക്കും തൈറോയിഡ് രോഗം മാറ്റാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ മെഡിസിൻ മാത്രം കഴിച്ചാൽ മതിയോ? നമ്മൾ ഡയറ്റിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ചെയ്യേണ്ട, സ്ട്രിക്റ്റ് ആയിട്ടും ഫോളോ ചെയ്യേണ്ട 6 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് നമ്മൾ ഗ്ലൂട്ടൻ, അതായത് ഗോതമ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതായത് ചപ്പാത്തി, റസ്ക്, പൊറോട്ട പോലെയുള്ള ഗോതമ്പ് അടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒഴിവാക്കുന്നത് തൈറോയിഡ് കുറക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യും. അത് ഇപ്പം മെയിനായിട്ട് വെയിറ്റ് ഒക്കെ കൂടുതലാണെന്ന് കാണുമ്പോൾ അധികം ആളുകളും ചെയ്യുന്നതാണ് രാത്രി ചോറ് ഒഴിവാക്കി ചപ്പാത്തി ഡയറ്റിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത്. തൈറോയിഡ് രോഗികൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണിത്. തൈറോയിഡ് ഉള്ളവർ ഗ്ലൂട്ടന് കട്ട് ചെയ്യുക, അതുപോലെ തന്നെ പാലും പാലുൽപ്പന്നങ്ങളും ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഡയറ്റിൽ നിന്നും കപ്പ ഒഴിവാക്കുക. കപ്പ തൈറോയിഡ് രോഗികൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. 4മതായിട്ട് ഡയറ്റിൽ കൊണ്ടുവരേണ്ടത് സോയ പ്രോഡക്ട്സ് ഒഴിവാക്കുക. തൈറോയിഡ് ഉള്ളവർ സോയ ഐറ്റംസ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പുകവലി, മദ്യപാനം ഇങ്ങനെയുള്ള ദുശീലങ്ങളും ഒഴിവാക്കുക. നമ്പർ 6, നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുക. ഒരു ചെറിയ എക്സസൈസ് ആയിട്ടെങ്കിലും ഒരു 3/4 മണിക്കൂർ, ഒരു 45 minutes to 1 hour എങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ദിവസവും ചെയ്യുക. ഇത് ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയുള്ള ഈ 6 കാര്യങ്ങളും കൂടി തൈറോയിഡ് രോഗികൾ മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തൈറോയിഡ് രോഗത്തിനെ തീർച്ചയായിട്ടും നമുക്ക് വരുതിയിലാക്കാൻ കഴിയും. അപ്പോൾ മരുന്ന് മാത്രമല്ല, തൈറോയിഡ് രോഗികൾ ഇങ്ങനെയുള്ള ഡയറ്റും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തൈറോയിഡിനെ നമുക്ക് തൈറോയിഡിൻ്റെ എമൗണ്ട് മാത്രം നോർമലാക്കുകയല്ല, അത് തിരിച്ചു വരാതിരിക്കാനുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഷഹനാ സലീം, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല.